ഇതെന്ത് സാധനമെന്നറിയാമോ? ഇതാണ് നമ്മൾ ബ്രെഡിനൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ കുഴച്ചതാണ്. അതുപോലെ കുഴച്ച് ഇങ്ങനെ ട്രെയിൽ വെച്ച് പൊങ്ങി കഴിയുമ്പോൾ അത് ഓവണിൽ കയറ്റി വേവിച്ചെടുത്തതാണ്. ബണ്ണ് പോലെ തന്നെ വലുത്. ഇത് നമ്മളിങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് പൊടി വേണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എല്ലാം പൊടിച്ച് ഇതാക്കിയിട്ട് ഓവണിൽ വെച്ച് ഉണക്കിയെടുക്കും. എന്നിട്ടൊരു 3 ദിവസമൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിത് മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ നല്ല അവലോസ് പൊടി പോലത്തെ നല്ല റിസ്ക് പൊടി നമുക്ക് കിട്ടും. കടയിൽ നിന്ന് വാങ്ങുന്ന റിസ്ക് പൊടി കൊള്ളുകയല്ല. എന്ന് വെച്ചാൽ ഈ റിട്ടേൺ പോകുന്ന ബ്രെഡുകളും ബണ്ണുകളും ഒക്കെ പൊടിച്ചാണ് കടകളിൽ റിസ്ക് പൊടി വരുന്നത്. പിന്നെ നമുക്കിവിടെ ബണ്ണിൻ്റെയും ബ്രെഡിൻ്റെയും പരിപാടി ഇപ്പം ഇല്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. അപ്പോൾ നമ്മുടെ നിത്യാവശ്യത്തിന് വേണ്ടി ഡെയിലി ഞങ്ങൾക്ക് ഇത് വേണം, ഈ സംഭവം റിസ്ക് പൊടി വേണം. റോള്, മീറ്റ് റോള്, ചിക്കൻ റോളൊക്കെ മുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഫ്രഷായിട്ട്. ഇത് ഇന്നലെ മേടിച്ചതാണ്. ഇന്നിത് പൊടിച്ച് ഇത് ഉണക്കി ഓണി കയറ്റിയാൽ നാളെ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതെന്താ സംഭവം എന്ന്? എല്ലാവർക്കും മനസ്സിലായില്ല? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ.